അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന വ്ളോഗൊക്കെ എടുത്തതിന് ശേഷം ആ പെട്ടിയിട്ട് നമ്മൾ നേരെ ഒരു 8 മണി 9 മണിയാകുമ്പോൾ കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പാടെ ഭയങ്കര സന്തോഷത്തില്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ലൈഫിലെ ലാസ്റ്റ് കോളേജ് ട്രിപ്പാണ്. അങ്ങനെ എല്ലാവരും പാടെ പൂത്തിരിയും പടക്കൊക്കെ പൊട്ടിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചിക്ക്മംഗ്ലൂർക്ക് പോകാൻ വേണ്ടിട്ട് നേരെ ബസ്സിൽ കയറിയിട്ട് കിട്ടാം. നല്ല ഐശ്വര്യമായിട്ടൊരു ഫാത്തിഹൊക്കെ ഓതിയിട്ട് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വേറെ മൂടായിരുന്നു ഗൈസ്. നീണ്ട യാത്രക്ക് ശേഷം ഡെസ്റ്റിനേഷൻ നമ്പർ 1 ആയിട്ടുള്ള ചിക്ക്മംഗ്ലൂരാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിയ പാടെ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂം കിട്ടി ബെഡ് കണ്ടേക്കുന്ന ഫൈസ് ഒരൊറ്റ കിടത്തും. മിസ് വന്നേക്കനെ പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങിയില്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഫുഡ് നിങ്ങൾക്ക് കിട്ടൂലെന്ന്. അത് കേട്ടപ്പാടെ വേഗം ഒരുങ്ങി ഇറങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും. വലിയ കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ട്രക്കിങ്ങിനാണ് നമ്മൾ ഈ പോണത്. ഞങ്ങളുടെ ഡ്രൈവർ ഒരു കർണാടകക്കാരനായ കാരണം ആള് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ പറഞ്ഞത് ആൾക്ക് മനസ്സിലാവില്ല. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാടാണ് ഇവിടെ കയറാന്. അയ്യോ ഒരു പാടില്ല ഗൈസ്, നല്ല പാടാണ്, നല്ല വയസ്സായിക്കണ്, കഷ്ടപ്പാടാണ് മക്കളെ കയറാനൊന്നും വയ്യ. കണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടുച്ച 2 മണിക്ക് ഒരു കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ വലിയ വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഫുൾ ഓഫ് ചാണകം ആൻഡ് ഓണിങ്ങ പുല്ല്. ആൻഡ് ഹിയർ ഈസ് വൺ മോർ വ്ളോഗർ. ഫുള്ള് ഷോക്കാണ് ഗൈസ് ഇവിടെ. അയ്യോ ശക്തി, ഇത്രയും മല കയറി വന്നിട്ട് ഇവിടെ കാണാനുള്ളത് എന്താണെന്നറിയോ? ഒരു ചോട്ട് തുറണ്ടു പോണ്, വേറെ ഒന്നുമില്ല ഗൈസ്. ഇതാണ് ഇവിടെ കാണാനുള്ളത്. ഇത്രയും മല കയറി വന്നിട്ട് ഗൈസ്. അയ്യോ ഇതാണ് ഇവിടെ കണ്ടു ഗൈസ്. അവിടുത്തെ ചൂടും വേലൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് വേറെ എന്തോ സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട് എന്നിട്ട് അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ആ ചേട്ടനെ ഞങ്ങൾ മലയാളം പഠിപ്പിച്ച്. ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ചേട്ടൻ മലയാളം പഠിച്ചു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പോയ സ്പോട്ട് ഇതാണ്. 200 പടിയുള്ള ഒരു മല. ഒരു മല കയറിയ ക്ഷീണം തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല മടിച്ചായതുകൊണ്ട് പിന്നെ ഓൾറെഡി ഒരു മല കയറി ക്ഷീണിച്ച കാരണം ഞാൻ ഇതിന് കയറാൻ നിന്നില്ല. ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ഇടയിൽ ഒരു സ്പോട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടേക്കൊന്നും പോകാൻ നിന്നില്ല ഗൈസ്, അത്രയ്ക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്ക്മംഗ്ലൂരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ പോണത് ഡെന്റലിക്കാണ്. അപ്പോൾ വീഡിയോ കമ്മിങ് സൂൺ. ബൈ.